കിടക്കട്ടെടി പ്ലീസ്. ഇല്ല, പോയി കോഫി ഇട്ടോണ്ട് വാ. ഓ, പിശാച് മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല. ദാ കുടിക്ക്. നല്ല ഊള കോഫി. നീ ഇത്ര നാളായിട്ടും ഇതൊന്നും പഠിച്ചില്ലേ ആൽവി? മര്യാദക്ക് ഒരു കോഫി പോലും ഇടാൻ അറിയില്ലേ? പിന്നെ എന്റെ അപ്പൻ ഇതല്ലായിരുന്നോ പണി? വേണേ കുടിച്ചിട്ട് പോടി. എന്തോ? എങ്ങനെ? അല്ല, നാളെ മുതൽ ഞാൻ ശ്രദ്ധിച്ചോളാം. ഓ നാശം, ഏത് നേരത്താണാവോ ഈ കുരിശിനെ എടുത്ത് തലയിൽ വെക്കാൻ തോന്നിയേ. എന്റെ കർത്താവേ, നീ ചുമന്ന കുരിശിനേക്കാളും വലിയൊരു കുരിശ ഞാനിപ്പോ ചുമക്കുന്നേ. ആൽവി, ഓ പിശാച് തുടങ്ങി. എന്താ മോളു? ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഇന്ന് ഇഡലിയും സാമ്പാറുവാ. ആ, എങ്കി അതിന്റെ കൂടെ ചട്നിയും വെച്ചോ കേട്ടോ. ഓ, കാലിക്ക് അവിടെ ഇരുന്ന് ആജ്ഞാപിച്ചാ മതിയല്ലോ, ബാക്കിയുള്ളവനാ ഇവിടെ കിടന്ന് പണിയെടുക്കുന്നേ. എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഓ, ഉണ്ടാക്കിയേക്കാവേ. ഓ ഈ പിശാച്. എന്റെ കുഞ്ഞിക്കണ്ണ, എന്നെ എന്റെ ഭർത്താവിനെ കാത്തുരക്ഷിക്കണേ. അദ്ദേഹത്തിന് ആരോഗ്യ ആയുസ് നൽകണേ. ദീപു, ദീപു, എന്തൊരു ഉറക്കമായത്? എഴുന്നേക്ക്. എന്തേ നോക്കുന്നേ? എഴുന്നേക്ക്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? നീ കുളിച്ചാ? എന്തു പറ്റി? അത് വെറുതെ. ഈശ്വര, ഇവളുടെ തലയിൽ വല്ല തേങ്ങയും വീണ? എന്തോ കിടക്കുന്നേ? എഴുന്നേക്ക്. നീ കഴിച്ചോ നിത്യ? ഞാൻ കുറച്ചുകൂടെ കിടക്കട്ടെ. ഞാനെന്ത് കഴിക്കാൻ? നീ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടെന്ന് ചോദിച്ചതോ? ആ, ചോദിച്ചു. നീ ഉണ്ടാക്കിയാലല്ലേ എനിക്ക് കഴിക്കാൻ പറ്റൂ. ഓ നാശം, ആകെ കിട്ടുന്നൊരു ചണ്ടയാ, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല. എന്താ ദീപു ഇത്? എനിക്ക് അറിയാത്തോണ്ടല്ലേ. നീ എന്തിനിങ്ങനെ ചൂടാവുന്നേ? പിന്നെ എന്റെ ദീപുവിന്റെ കൈപുണ്യം വേറെ ആർക്കും ഇല്ലല്ലോ. കൂടുതലങ്ങ് പതപ്പിക്കല്ലേ, മാറി നിക്ക്. രാവിലെ ഒരുങ്ങിക്കൊട്ടി വന്നിരിക്കുവോ പൂതന. എങ്ങനെയുണ്ട്? ആ, വലിയ തരക്കേടില്ലാന്ന് പറയാം. ഇത്രയൊക്കെ കുറ്റം പറഞ്ഞിട്ട് നീ 5-6 ഇഡലി ഇപ്പൊ തന്നെ വെട്ടി വിഴുങ്ങിയല്ലോ. ആൽവി, ഇമാതിരി വർത്തമാനം എന്റെ അടുത്ത് പറഞ്ഞേക്കല്ല. ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? അല്ല, ഞാനാണോ നിന്റെ ഭർത്താവ് അതോ നീയാണോ എന്റെ ഭർത്താവ്? നീ തന്നെ. എന്തേ, സംശയമുണ്ടോ? അപ്പോ നിനക്കറിയാം. എടി, ഭാര്യമാരായ ഭർത്താവ് പറയുന്ന പോലെ വേണം കേൾക്കാന്. എന്നാര് പറഞ്ഞു? അങ്ങനാണല്ലോ. എന്നാരാ പറഞ്ഞെന്ന് പറ. അല്ല, ഈ നാട്ടുനടപ്പനുസരിച്ച് അങ്ങനെയാണല്ലോ. ഭർത്താവിന്റെ കാൽച്ചുവട്ടിലാണ് ഭാര്യയുടെ സ്ഥാനം. ഭർത്താവ് പറയുന്ന പോലെ വേണം ഭാര്യമാര് കേൾക്കാൻ. ഇവിടെ അങ്ങനെയല്ലല്ലോ. എടാ മനുഷ്യ, ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് തുല്യ അവകാശമാണ്. അല്ലാണ്ട് ഭർത്താവ് രാജാവും ഭാര്യ അയാളുടെ അടിമയല്ല. ഇവിടിപ്പോ നീ മഹാറാണിയും ഞാൻ നിന്റെ അടിമയാണല്ലോ. നിനക്കൊരു പണിയും ചെയ്യണ്ടല്ലോ. എല്ലാം കൂടി എന്റെ തലയിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുവല്ലേ. തിന്ന പ്ലേറ്റെങ്കിലും നിനക്കൊന്ന് കഴുകിക്കൂടെ രാക്ഷസി? ചുമ്മാ കിടന്ന് ബ്ലാബ്ലാ വെക്കാതെ പോയി അടുത്ത പണി ചെയ്യാൻ നോക്ക്. ഓ, ഇവളെ ഞാൻ. എന്തേ, എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ഒന്നും പറഞ്ഞില്ല.
പൊന്നെ, ഇന്നും ഇവളെന്റെ കൺട്രോൾ കളയാൻ വേണ്ടി നിൽക്കുക. കയറി ചെന്ന മമ്മിച്ചാലാ. അല്ലേ വേണ്ട, ഭർത്താവാന്ന് പോലും നോക്കത്തില്ല. അവൾ എന്തെങ്കിലും ഒരു തന്റെ തലക്കടിക്കും. അതെ അതെ, എന്താടോ? അത് പിന്നെ എന്ത് പിന്നെ? കാര്യം പറ. അത് നാട്ടിൽ നിന്നും അമ്മ വിളിച്ചിരുന്നു. അതിന്? അത് അമ്മ ഇങ്ങനെ ഓരോന്നും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നേ. അപ്പൊ നമ്മുടെ ലക്ഷ്മിക്കുട്ടിയില്ലേ, അവൾ ഇന്നലെ പ്രസവിച്ചു. 2 കുട്ടികളുണ്ട്. അതിനെന്താ? അല്ല, അമ്മ ചോദിക്കുവാ, നിനക്ക് വിശേഷമൊന്നും ആയില്ലേന്ന്. ഓഹോ, അങ്ങനെ ചോദിച്ചോ? ഞാൻ പറഞ്ഞു ഞങ്ങള് ഇപ്പൊ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലാന്ന്. അപ്പോ അമ്മ ഒറ്റ കരച്ചിലായിരുന്നു. എന്റെ കൂടെ പഠിച്ചവർക്കൊക്കെ പിള്ളേരിപ്പൊ 2 ഞാനിങ്ങനെ നടക്കത്തേ ഉള്ളെന്നു. സത്യം പറഞ്ഞ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട്. കുറച്ച് സങ്കടപ്പെടട്ടെ. നീ തൽക്കാലം ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നിത്യ, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതെ, പുറത്ത് നല്ല തകർപ്പ് മഴയാണ്. നിന്നെ തണുക്കുന്നുണ്ടോ? ഇന്ന് നീ ഷാമ്പു ഇട്ടോ? നിനക്ക് എന്താണ് ആൽവി? മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിക്കേ. എന്റെ പൊന്നു ടെസ, എത്രയെന്ന് വെച്ചാ ഞാൻ എന്റെ വികാരങ്ങളെ ഇങ്ങനെ അടക്കി വെക്കുന്നേ. നിനക്കൊന്ന് സഹിച്ചൂടെ? മിണ്ടാതെ അവിടെ കിടന്നോണം, അല്ലെങ്കിൽ വായ ഞാൻ തുണി തിരികെ വെക്കും. നോക്കിക്കോ. ഓ, നാശം പിടിച്ചവള്. ഞാൻ മിക്കവാറും ഒരു കന്യകയായിട്ട് നിന്നു പോത്തേ ഉള്ളൂ. ഓ, കാലിയുടെ കിടപ്പ് കണ്ടില്ലേ? എന്റെ ഭർത്താവേ, ഈ പാൽപ്പായസം രുചിച്ചു നോക്കാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല എന്ന് തോന്നുന്നു. എന്റെ നിദ്രാദേവി, എന്നെ അങ്ങോട്ട് എടുത്തോ. ഇനി അതേ ഉള്ളൊരു മാർഗം. പറ, എന്താണ് പ്രശ്നം? ധൈര്യമായിട്ട് പറ ആൽബി. അതങ്കിൾ, ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളോട് തീരെ താല്പര്യമില്ല. എന്ന് വെച്ചാ അത് തന്നെ. അങ്കിൾ ചിരിക്കുവാണോ? അല്ല, ഇതുവരെ ആയിട്ടും ഇല്ല അങ്കിൾ. അതും പറഞ്ഞ് ചെല്ലുമ്പോ അവളുമാരെ അടിച്ചേർക്കുക. നാട്ടിൽ നിന്നാണെങ്കി അപ്പച്ചനും അമ്മച്ചിക്കും ഇച്ചായ്മാർക്കും ഒക്കെ ഇത് തന്നെ ചോദിക്കാനുള്ളൂ. ഞാനാണെങ്കി മറുപടി പറഞ്ഞു മടുത്തു. അവർക്കും ഇല്ലേ അങ്കിൾ ആഗ്രഹങ്ങള്, എന്റെ കുഞ്ഞുങ്ങളെ കാണണമെന്നൊക്കെ. നീ വിഷമിക്കാതിരിക്ക്. ദീപു, ഇത് തന്നെയാണോ നിന്റെ അവസ്ഥയും? അതെ അങ്കിൾ. നിങ്ങള് പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണോ? ഏയ് അല്ല. എന്താ അങ്കിൾ അങ്ങനെ ചോദിച്ചേ? അല്ല, ആ കുട്ടിക്ക് കല്യാണത്തിന് മുന്നേ വല്ല റിലേഷൻ ഉണ്ടായിട്ടുണ്ടോ? അത് അങ്ങനെയൊന്നുമില്ല. എന്ന് ആ കുട്ടി പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഈ നിത്യയും ഡിസൈൻ തമ്മിൽ എങ്ങനെയാണ്? അവര് തമ്മിൽ നല്ല കൂട്ടാണ് അങ്കിൾ. അപ്പോ ഇതൊരു പ്ലാൻ ആയിരിക്കും. പ്ലാനോ? എന്ത്? എടാ മണ്ടന്മാരെ, നിന്നെ കൊണ്ടൊക്കെ ജോലി ചെയ്യിക്കാനുള്ള അവളുമാരെ പ്ലാൻ ആവാനാണ് സാധ്യത. അങ്ങനെ ആയിരിക്കുമോ? പിന്നല്ലാതെ, നീയൊക്കെ വെറും മണ്ടന്മാര്. ഒരു കാര്യം ചെയ്, നിങ്ങൾ 2 അവളുമാർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക. അതായത് വല്ല ഗോൾഡോ പട്ടുസാരിയോ അങ്ങനെ എന്തെങ്കിലും. അത്രയ്ക്കും വേണോ അങ്കിൾ? നീയൊക്കെ വേണമെങ്കിൽ ചെയ്യും. സാരമില്ല, അങ്കിൾ പറയും പോലെ. എങ്കിൽ ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്ക. ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കഴിയുമ്പോ അവളുമാര് തന്നെ ജോലി ചെയ്തോളും. ഇത് ഏൽക്കുവോ? അതൊക്കെ നിന്റെയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. എന്തായാലും ശരി അങ്കിൾ, താങ്ക്സ്. ഓക്കെ, ഇത് സക്സസ് ആയ വരണം. ഉറപ്പായും. എങ്കിൽ ശരി അങ്കിൾ, പോട്ടെ. പാവങ്ങൾ, എന്റെ കാര്യത്തിലോ ഇതൊന്നും ഏറ്റില്ല. എന്തേ, കഴിഞ്ഞോ? കഴിഞ്ഞു. എങ്കിൽ വാ, നീ മുറിക്കാനുണ്ട്. ഓ, ഈ താടകെ തല്ലിക്കൊല്ലാൻ ആരുമില്ലല്ലോ എന്റെ കർത്താവേ.
ഇത് എവിടായിരുന്നു ദീപു? എത്ര നേരം വിളിക്കണം നിന്നെ? നിനക്ക് ആ ഫോൺ ഒന്ന് എടുത്തൂടെ? ഏ? ഇതെന്താ? തുറന്നു നോക്ക്. ഹായ്, ഇതൊക്കെ എനിക്കാ? പിന്നല്ലാതെ ഇഷ്ടായോ? പിന്നെ എനിക്കിഷ്ടായി. അത് കേട്ടാ മതി. എങ്കിലെന്റെ പൊന്നു ചെന്ന് ചേട്ടൻ ഇത്തിരി വെള്ളം എടുത്തോണ്ട് വന്നേ. വല്ലാത്ത ദാഹം. നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ അപ്പോഴേക്കും കഴിക്കാനും എടുത്തു വെക്കാം. എന്തേ ചെല്ല്. എന്റെ മാധ്യമങ്ങളെ, നിങ്ങളൊരു സംഭവം തന്നെ. ശോ, ഇന്ന് ഞാൻ പൊളിക്കും. എങ്ങനെയുണ്ട്? മല്ലാതെ പകലും മല്ലാതെ പൊഴുതുകളുന്നോട് കഴിയുമാ, തൊടവും കൂടാതെ പടവും കൂടാതെ ഇടവേളിയെപ്പോത് കുറയുമാ. എന്റെ അമ്മേ, ഇതെന്റെ രസക്കൊച്ച തന്നെയാണോ? ഇങ്ങോട്ട് വന്നേ നീ. എന്തിനാ? ഒന്ന് ഹഗ് ചെയ്യട്ടെ. അത് വേണ്ട, മോൻ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ അപ്പോഴേക്കും ഫുഡ് എടുത്ത് വെക്കാം. എന്താ നോക്കുന്നേ? ഇതൊക്കെ വാങ്ങി തന്ന് കാര്യം കാണാനുള്ള ആഗ്രഹമല്ലായിരുന്നോ? അത് നടക്കില്ല. ആൽവി, മാറി നിക്കടി, മിണ്ടി പോവരുത്. ആൽവി, ആൽവി. കർത്താവേ, കുഴപ്പമായോ? ഇത് നീ ഉണ്ടാക്കിയതാണോ? ഏയ് അല്ല, നീ വരാൻ ലേറ്റ് ആയപ്പോ ഞാൻ ഓർഡർ ചെയ്തതാ. ഓ, ദാ വെള്ളം. അതെ, കഴിച്ചിട്ട് കിച്ചണിൽ കുറച്ച് പാത്രം കിടപ്പുണ്ട്, അതുകൂടെ ഒന്ന് കഴുകി വെച്ചേക്കണേ. എന്തോ വല്ലാത്ത ക്ഷീണം, ഞാൻ പോയി കിടക്കട്ടെ. ഏ, 9 മണിയോ? ഓ, എന്തൊരു ഉറക്ക ഉറങ്ങിയത്. ഇതെന്താ, നിത്യാണല്ലോ വിളിച്ചേക്കുന്നേ? എന്താണ് എന്തോ. ഹലോ നിത്യ, നീ വിളിച്ചിരുന്നോ? ആടി, നീ എന്താ കോൾ എടുക്കാഞ്ഞേ? എടി, ഞാൻ ഇപ്പോഴാ എഴുന്നേറ്റ്. എന്താ? എടി, ആൽവി എവിടെ ഉണ്ടോ? നോക്കട്ടെ. ആൽവി, ആൽവി. ചേടാ, ഇവനിത് എവിടെ പോയി? ഹലോ നിത്യ, അവനിവിടെ കാണുന്നില്ല. ആൽവി അവിടെ വല്ലതും വന്നോ? ഇല്ലടി, ഇന്ന് രാവിലെ മുതല് ദീപു എന്നോട് ഒരു അക്ഷരം മിണ്ടുന്നില്ല. അതെന്താ, നിങ്ങൾ തമ്മിൽ വല്ല വഴക്ക് കിട്ടോ? അത് ഞാൻ അങ്ങോട്ട് വരാം. ആ, ഓക്കെ, നീ വിഷമിക്കാതെ. ശരി. എന്നാലും ആൽവി ഇതെവിടെ പോയി? ഓ, എന്റെ ദൈവമേ, ഇന്നലെ അവൻ വേറെ റൂമിലല്ലേ കിടന്നേ? കർത്താവേ, എന്റെ ആൽവി. എന്റെ പൊന്നുമാകി, നീ ഒന്ന് പോയി തരാമോ? എനിക്കറിയാം ഇതൊക്കെ ചെയ്യാൻ. പറഞ്ഞ പണി അതുപോലെ ചെയ്തില്ലെങ്കിൽ അറിയാലോ എന്നെ. അറിയാതിരിക്കാൻ എന്തേ, 19 വർഷമായിട്ട് കാണുന്നതല്ലേ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ലേ എന്റെ പൊന്നേ. നിത്യ, വാ. രസ, എനിക്ക് സങ്കടാവുന്നു. ഞാൻ ദീപുവിനെ വിളിച്ചിട്ട് അവൻ കോള് കട്ടാക്കി വിടുക. അവൻ എന്നോട് പിണങ്ങിയെന്നാ തോന്നുന്നേ. ഞാനും ആൽവിയെ വിളിച്ചിട്ട് അവന് കോൾ എടുക്കുന്നില്ല. ഇന്നലെ രാത്രി എനിക്ക് വേണ്ടി ഒരുപാട് വില കൂടിയ സാരിയും ഗോൾഡും ഒക്കെ വാങ്ങിയാ വന്നത്. എനിക്കാണെങ്കിൽ ഓരോ ദിവസവും അവന്റെ ഓരോ കാട്ടിക്കൂട്ടിലും കാണുമ്പോ മനസ്സ് കൈവിട്ട് പോകുക.
അവൻ എന്നെ സ്നേഹിക്കുന്നതിന്റെ 1000 ഇരട്ടി ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തിരിച്ച് പ്രകടിപ്പിക്കാൻ കഴിയാതെ ഞാൻ എന്തുമാത്രം വിയർപ്പ് മുട്ടുന്നുണ്ടെന്ന് നിനക്കറിയാമോ? ഇന്നലെ രാത്രി ഞാൻ അവനോട് കുറച്ച് ദേഷ്യപ്പെട്ടു. എന്റെയും സെയിം അവസ്ഥ തന്നെയാണ്. ദീപുവിന്റെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ ഓരോ ദിവസവും ചെറുതായി പോകുക. ഇന്നലെ അവൻ എനിക്ക് വേണ്ടി കുറെ അധികം സാരി ആഭരണം ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു. എനിക്ക് കാര്യം മനസ്സിലായെങ്കിലും ഞാൻ ഒന്നും അറിയാത്ത പോലെ നടിച്ചു. അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞിനെ. അത് പലപ്പോഴായി എന്നോട് പറയാതെ പറയുന്നുണ്ട്. പക്ഷെ മാഗി ആന്റി ഒന്നും പറയാണ്ട് എങ്ങനെയാ? നമുക്കൊന്ന് സംസാരിച്ചു നോക്കിയാലോ? ഡേ, മാഗി ആന്റി വിളിക്കുന്നു, നീ കോൾ എടുക്ക്. ഹലോ ആന്റി. എന്താ ടെസ മോളെ, നിന്റെ വിളിയൊന്നും ഇപ്പോൾ തീരെ ഇല്ലല്ലോ. നീ ആന്റിയെ മറന്നോ? ഏയ് അങ്ങനെയൊന്നും ഇല്ല ആന്റി. അല്ല, എന്താ ആന്റി വിശേഷിച്ച്? വിശേഷം നിനക്കല്ലേ? എനിക്കോ? ഇന്നലെ നിന്റെ കെട്ടിയോനും അവന്റെ സുഹൃത്തും ഇവിടെ ഇച്ചായനെ കാണാൻ വന്നിരുന്നു. ആൽവി അവിടെ വന്നെന്നോ? എന്തിന്? എന്തിനാണെന്ന് പ്രത്യേകം ഞാൻ പറയണ്ടല്ലോ. അങ്ങേര് എന്തോ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നീ എന്താ മിണ്ടാതിരിക്കുന്നേ? നീ തീരുമാനിച്ചോ ഒരു കുഞ്ഞിന്റെ അമ്മയായി ആ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ഒരു വീട്ടമ്മയായി തുടരാൻ? അത് ആന്റി. ഞാനൊന്നും പറയുന്നില്ല, ഒക്കെ നിന്റെ തീരുമാനം. അവസാനം കരഞ്ഞോണ്ട് എന്റെ അടുത്ത് വരരുത്. എന്താടി ആന്റി എന്താ പറഞ്ഞേ? അത് ഇന്നലെ ആൽവിയും ദീപവും അവിടെ ചെന്നിരുന്നു. എന്തിന്? അത് അങ്കിളിനെ കാണാൻ, നമ്മുടെ ഈ കാര്യം സംസാരിക്കാൻ. എന്റെ കൃഷ്ണ, ആകെ നാണക്കേടായല്ലോ. എന്നിട്ട് ആന്റി ഇപ്പൊ എന്താ പറഞ്ഞേ? ആന്റിയുടെ സംസാരത്തിൽ ആന്റിക്ക് അത് ഒട്ടും ഇഷ്ടായില്ല. എന്നോട് ചോദിച്ചു ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വീട്ടുകാരിയായി നിൽക്കാൻ തീരുമാനിച്ചോന്ന്. ചേടാ, ഇതിപ്പോ ചെകുത്താനും കടലിന് നടുക്കായല്ലോ. എനിക്കാണെങ്കി ദീപുവിന്റെയും മൗനം സഹിക്കുന്നില്ല. ഇതാദ്യമായ അവൻ എന്നോട് മിണ്ടാതിരിക്കുന്നേ. നിത്യ, കാര്യങ്ങൾ ഇങ്ങനാണെങ്കിൽ മിക്കവാറും അവര് നമ്മളെ ഡിവോഴ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒന്ന് പോടി, എനിക്കത് സഹിക്കാൻ കഴിയില്ല. എന്റെ ദീപുവിന് ഞാനില്ലാതെ ജീവിക്കാൻ കഴിയില്ല. പിന്നെ എന്റെ ആൽവിക്ക് അതിന് കഴിയുന്നാണോ? അവനെ കാണുമ്പോഴൊക്കെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്നാ നമ്മൾ കുറച്ചധികം സ്വാതന്ത്ര്യം കൊടുത്ത മാഗയാന്റി പറഞ്ഞ പോലെ അവരുടെ ജീവിതത്തിൽ നമുക്ക് ഒരു വിലയും ഉണ്ടാവില്ല. നിന്റെ ഒരു മാഗിയാന്റി, ആ കിളവി കാരണമാ ഞാൻ എന്റെ ദീപുനോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇതിന്റെ പേരിൽ എന്റെ ദീപു എന്നെ ഡിവോഴ്സ് ചെയ്ത് നിന്നെ നിന്റെ മാഗിയാന്റി ഞാൻ കൊല്ലും. എന്റെ പൊന്നെ നിത്യ, നീ ഇങ്ങനെ കരയാതെ. അയ്യോ എന്റെ ആൽവി, വിളിച്ചിട്ടാണ് ഫോണും എടുക്കുന്നില്ല. അയ്യോ നാട്ടുകാരെ ഓടി വായോ, ഈ കാലൻ എന്നെ കൊല്ലുന്നേ. രാക്ഷസി എടുത്താടകെ, നീ ആയിരുന്നു അപ്പൊ ഇതിന്റെയൊക്കെ പിന്നി. ആ അയ്യോ നാട്ടുകാരെ. മിണ്ടരുത്, മിണ്ടരുത്, നിന്നെ ഞാൻ കൊന്നു കളയും. അയ്യോ എന്റെ മനുഷ്യ, ഞാൻ അവർക്ക് നല്ലതിന് വേണ്ടിയല്ലേ പറഞ്ഞത്. പിന്നെ ഇതാണല്ലേ നല്ല കാര്യം, ആ കുഞ്ഞുങ്ങളുടെ ഭാവി കളയാൻ അവിടെ കോപ്പിലെ ഒരു നാടകം. നിന്നോടല്ലേ ക്ഷമയെ പറഞ്ഞ് മിണ്ടാതിരിക്കാനെന്ന്? ജീവിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആ പിള്ളേരുടെ ജീവിതത്തിൽ ഉള്ള വിഷം എല്ലാം കൂടെ കുത്തിവെച്ചിട്ട് അവള് വിളിച്ചു പോകുന്ന നോക്കിക്കേ. മര്യാദക്ക് ഇനി മുതൽ ഞാൻ പറയുന്നത് കേട്ട് ജീവിച്ചോണം. കേട്ടോടി മൂദേവി? ഇത്രയും നാളും നീ പറയുന്ന ഞാൻ കേട്ടു നിന്നത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാ. ഇനി അത് നടക്കില്ല. ഇനി ഞാൻ പറയും, നീ അനുസരിക്കും. കേട്ടോടി? എത്ര നേരം കൊണ്ട് ഞാൻ ഓരോന്നും ചോദിക്കുക, നിനക്ക് എന്താ എന്നോടൊന്നും മിണ്ടിയാ? ദീപു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദീപു പ്ലീസ് എന്നോട് മിണ്ടാതിരിക്കല്ലേ, എനിക്കത് സഹിക്കാൻ കഴിയില്ല. ദീപു, എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്ക. എന്താണ് നിന്നോട് ഞാൻ സംസാരിക്കണ്ടേ? പറ, നിന്നോട് ഞാൻ എന്താ സംസാരിക്കണ്ടേ? ദീപു, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഓ,
ഞാൻ ദേഷ്യപ്പെട്ടപ്പോ നിനക്ക് വേദനിക്കുന്നുണ്ടല്ലേ? അപ്പൊ ഇത്രയും നാള് നീ എന്നോട് ഓരോന്ന് കാണിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ എന്തുമാത്രം വേദനിച്ചിരുന്നെന്ന് നിനക്കറിയുമോ? ഒരു വട്ടമെങ്കിലും നീ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നോടൊന്ന് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ നിനക്ക് എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്ന് അറിയുമോ? എങ്ങനെ അറിയാനല്ലേ? പേരിനൊരു ഭർത്താവ്, അതല്ലായിരുന്നോ നിനക്ക് ഞാൻ? ദീപു ഇങ്ങനെയൊന്നും പറയല്ലേ. വേണ്ട നിത്യ, എനിക്കൊന്നും കേക്കണ്ട. മതിയായി എനിക്ക് ഈ ജീവിതം. നമുക്ക് പിരിയാം. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. എന്താ നോക്കിയിരിക്കോ? തുറന്നു നോക്ക്. ഇതെന്താ ആൽവി? വേണ്ട, ഞാനൊക്കെ തീരുമാനിച്ചു. നമുക്ക് പിരിയാം. ഇനി ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൽവി നീ ഇതെന്തൊക്കെ പറയുന്നേ? ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയണം. നീ എന്നെ ഒരിക്കലെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ ടെസ? അതോ ഈ വീട്ടിൽ നിനക്ക് വേണ്ട എല്ലാ ജോലിയും ചെയ്തു തരുന്ന ഒരാള് മാത്രമായിരുന്നോ ഞാൻ? ആൽവി ഞാൻ നീ ഒന്ന് ഓർത്തു നോക്ക്. ഞാൻ നിന്റെ ഭർത്താവായിരുന്നോ അതോ വെറും ഒരു ജോലിക്കാരനായിരുന്നോ? രാവിലെ കണ്ണ് തുറക്കുന്നത് മുതൽ രാത്രി കണ്ണടയ്ക്കുന്ന വരെ നിന്റെ ഓരോ ഇഷ്ടത്തിനും പിന്നാലെ ഞാൻ ഓടിയിട്ടില്ലേ? അതൊന്നും കടമ കൊണ്ടായിരുന്നില്ല. നിന്നെ അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചിരുന്നു. പക്ഷെ ആ സ്നേഹം ഒരിക്കലും നീ കണ്ടിട്ടില്ല. എനിക്ക് വേണ്ടത് ഒരു ഭാര്യയായിരുന്നു, അല്ലാതെ ഒരു യജമാനത്തിയല്ല. ആൽവി പോവല്ലേ പ്ലീസ്, എന്നെ വിട്ട് പോവല്ലേ. നീ വിചാരിക്കും പോലെ എനിക്ക് നിന്നെ ഇഷ്ടമില്ലാതിരുന്നൊന്നും അല്ല. എനിക്ക് നിന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. പക്ഷെ മാഗി ആന്റി പറഞ്ഞ ഓരോ വാക്കും എന്റെ മനസ്സിൽ കിടക്കുമായിരുന്നു. കുഞ്ഞുണ്ടായ നീ മാറിപ്പോവും, എന്നെ പഴയതുപോലെ സ്നേഹിക്കില്ല, വീട്ടിലൊരു ജോലിക്കാരിയെ പോലെയാവും കാണുക എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പേടിയായി ആൽവി. നീ എന്നെ എത്ര സ്നേഹിച്ചിരുന്നെന്ന് എനിക്കറിയാമായിരുന്നു. പ്ലീസ് എന്നെ വിട്ട് പോവരുത്. ഇനി ആരുടെ വാക്ക് കേട്ട് ഞാൻ നമ്മുടെ ജീവിതം നശിപ്പിക്കില്ല. എനിക്ക് എന്റെ ആൽവി മതി, നീ മാത്രം മതി. மேகம் கருக்காதா பெண்ணே பெண்ணே, சாரல் அடிக்காதா பெண்ணே பெண்ணே. ഇല്ല ഇല്ല, ഞാൻ തരില്ല. ഡിവോഴ്സ് ഞാൻ തരില്ല. എനിക്ക് എനിക്ക് എന്റെ ദീപുനെ വേണം. എനിക്ക് നിന്നെ വേണം. നീ എന്തിനെന്നെ വിട്ട് പോകുന്നത്? നീ പോയാ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ ദീപു? എന്റെ ജീവനേക്കാൾ ഇഷ്ടമാ. ടെസയുടെ ആന്റി പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു പോയി. അതാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ ഒരു കുഞ്ഞിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ആന്റി പറഞ്ഞ വാക്കുകളായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ ഓരോ തവണയും നിന്നെ വേദനിപ്പിച്ചിട്ട് ഞാൻ ഓടിച്ചെന്ന് കരയുമായിരുന്നു. എനിക്ക് എന്റെ ദീപുനെ വേണം. ഞാൻ ആരെയും കേൾക്കില്ല. ഇനി ആരെയും എന്തെങ്കിലും വന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. നീ എന്നോട് ദേഷ്യപ്പെട്ടു, വഴക്ക് പറഞ്ഞു, ശിക്ഷിച്ചു, എനിക്ക് അതൊന്നും പ്രശ്നമില്ല. പക്ഷെ പിരിയാന്ന് മാത്രം പറയരുത്. ഞാൻ നിന്റെ ഭാര്യയല്ലേ ദീപു, നീ എന്നെ വിട്ട് പോവരുത് പ്ലീസ്. എനിക്ക് ഡിവോഴ്സ് വേണ്ട. എനിക്ക് എനിക്ക് നിന്നെ മതി. എന്നെ വിട്ട് പോവല്ലേ. നിത്യ, നീ കരയല്ലേ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ആ സ്നേഹം ഒരിക്കലെങ്കിലും എനിക്ക് അനുഭവിക്കാൻ നീ സമ്മതിച്ചിരുന്നില്ല. ഞാൻ അടുത്ത് വന്നപ്പോഴൊക്കെ നീ അകന്നു നിന്നു. ഞാൻ സംസാരിച്ചപ്പോഴൊക്കെ നീ ഒഴിഞ്ഞു മാറി. അപ്പോഴൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്താ എന്റെ സ്നേഹത്തിന് ഇത്രയും പോലും വിലയില്ലാത്തതെന്ന്. ഇന്ന് നീ കരയുന്ന കാണുമ്പോ എനിക്ക് വേദനയുണ്ട് നിത്യ. കാരണം നിന്നെ കരയൊക്കെ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഈ ഡിവോഴ്സ് പേപ്പർ കൊണ്ടുവന്നത് നിന്നെ നഷ്ടപ്പെടുത്താനല്ല. എന്റെ നിത്യയുടെ മനസ്സിൽ
ഇന്നും എനിക്കൊരു സ്ഥാനം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഇപ്പൊ മനസ്സിലായി എന്റെ നിത്യ എന്നെ എത്ര ഭ്രാന്തമായി സ്നേഹിക്കുന്നതെന്ന്. ഇനി ഒരു കാര്യം മാത്രം, ആരൊക്കെ എന്തു പറഞ്ഞാലും നമ്മുടെ ഈ ജീവിതത്തെ കുറിച്ചുള്ള തീരുമാനം ഇനി നമ്മൾ രണ്ടുപേരും ചേർന്ന് എടുക്കൂ. സമ്മതമാണോ? സമ്മതം. இரவும் அல்லாத பகலும் அல்லாத பொழுதுகளுன்னோடு கழியுமா? தொடவும் கூடாத படவும் கூடாத இடைவெளி எப்போது குறையுமா? உன்னை அன்றி வேறொரு நினைவில்லையே, இனி எந்த உயிர் எனதில்லையே, தடையில்லை சாவிலுமே. உன்னோடு வர கண்கள் இரண்டால், உன் கண்கள் இரண்டால் என்னை கட்டி எழுத்தாய் எழுத்தாய் போதாதென சின்ன சிரிப்பில், ஒரு கள்ளச்சிரிப்பில் என்னை தள்ளிவிட்டு தள்ளிவிட்டு மூடி மறைத்தாய். അയ്യോ എനിക്ക് വയ്യേ. മര്യാദയ്ക്ക് അങ്ങോട്ട് ചെയ്യടി. ഞാൻ നോക്കട്ടെ നിന്നെ അനുസരണ പഠിപ്പിക്കാൻ പോന്നു.